ഇക്കാര്യം അന്വേഷിച്ച് നേരത്തെയും ചിലർ ഇവിടെ വന്നിരുന്നു. ആ കുട്ടികളോടും ഞാൻ ഇതേ കാര്യം തന്നെയാണ് പറഞ്ഞത്. ആ കുട്ടിയെ സംബന്ധിക്കുന്ന ഒരു രേഖകളും ഇവിടെയില്ല. സ്വാമിജി, ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരു കുഞ്ഞിന്റെ ജീവിതത്തെക്കുറിച്ചാണ്, ആ കുഞ്ഞിന്റെ സങ്കടത്തെക്കുറിച്ചാണ്. ചിപ്പി മോൾക്ക് അവളുടെ അച്ഛനെയും അമ്മയും കാണണം. ആ കുഞ്ഞിപ്പോൾ നല്ല നിലയിലാണ് ജീവിക്കുന്നത്, അത് ഞങ്ങൾക്ക് ബോധ്യവുമുണ്ട്. നിയമ നടപടികളെല്ലാം പൂർത്തിയാക്കിയിട്ടാണ് അവന്തിക മാഡം ആ കുഞ്ഞിനെ ദത്തെടുത്തത്. ഇനിയും ആ കുഞ്ഞിന്റെ പഴയ അച്ഛനെയും അമ്മയും തേടിപ്പോന്ന് എന്താ അർത്ഥമുള്ളത്? സ്വാമിജി, ഞാനൊരു വക്കീല. ഇത് വെറും ഒരു അന്വേഷണമല്ല. ഈ കേസ് താമസിയാതെ ചിലപ്പോ കോടതിയിലെത്തും. അപ്പോ ഇതേ മറുപടി സ്വാമിജി കോടതിയിലും പറയേണ്ടി വരും. ഈ രാജ്യത്തെ നിയമങ്ങളെ ഞാൻ ബഹുമാനിക്കുന്നു. പക്ഷേ ഈ ആശ്രമത്തിന്റെ നിയമപ്രകാരം ഇവിടെ കുട്ടിയെ തന്നവരുടെ വിവരങ്ങളോ ദത്തെടുത്തവരുടെ വിവരങ്ങളോ നിങ്ങളോട് പറയാൻ എനിക്ക് അവകാശമില്ല. ഞങ്ങൾക്ക് സ്വാമിജി ബുദ്ധിമുട്ടിക്കണമെന്ന് ഒരാഗ്രഹവും ഇല്ല. ആ കുട്ടി ഇപ്പൊ വല്ലാത്തൊരു മാനസികാവസ്ഥയില. സ്വന്തം മാതാപിതാക്കളെയാ ആ കുഞ്ഞ് അന്വേഷിക്കുന്നത്. സ്വാമിജി, വെറുതെ ഒരു വാക്കുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞു തീർക്കാവുന്നൊരു കാര്യത്തിന് സ്വാമിജി കോടതിയിലേക്ക് വരേണ്ട കാര്യമുണ്ടോ? സത്യത്തിൽ ആരാണ് കുഞ്ഞിനെ ഇവിടെ ഏൽപ്പിച്ചത്? കുഞ്ഞിന്റെ യഥാർത്ഥ അച്ഛനും അമ്മയും ആരാണ്? ഈ വയസ്സുകാലത്ത് എന്തിനാ കുഞ്ഞുങ്ങളെ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ഒരു കാര്യം ഞങ്ങൾ സ്വാമിജിക്ക് ഉറപ്പു തരാം. ഞങ്ങളോട് സത്യം പറയുന്നത് കൊണ്ട് സ്വാമിജിക്കോ ആ കുട്ടിക്കോ അതിനെ ഇപ്പൊ ദത്തെടുത്ത സ്ത്രീക്കോ ഒരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടാവില്ല. സ്വാമിജിക്ക് ഞങ്ങളെ വിശ്വസിക്കാം. ഉറപ്പാണല്ലോ അല്ലേ? ശരിക്കും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്, അവർക്ക് ഒരുപാട് ആവശ്യങ്ങളുമുണ്ട്. അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ വലിയ സഹായം ചെയ്യുന്ന ആളാണ് അവന്തിക മാഡം. ദയവ് ചെയ്ത് അത് നിങ്ങൾ ഇല്ലാതാക്കരുത്. ഒരിക്കലുമില്ല സ്വാമിജി, ഞങ്ങൾ വിശ്വസിക്കാം. മുരുകനും കനിമൊഴിയും തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ എന്തോ ജോലിക്ക് വന്നവരാ. അവരാണ് ആ കുഞ്ഞിനെ ഇവിടെ ഏൽപ്പിച്ചത്. അന്ന് അവരെ ഏൽപ്പിച്ച കുഞ്ഞിനെയാണ് അവന്തിക മാഡം ദത്തെടുത്തത്. ഈ അടുത്ത് മുരുകനും കനിവഴിയും ഒരു അപകടത്തിൽ മരിച്ചതായി പത്രത്തിൽ കണ്ടു. ഇനി വേരുകൾ അന്വേഷിച്ച് എങ്ങോട്ടും പോകാനൊന്നുമില്ല. ആ കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇവിടെയുണ്ട്, അത് ഞാൻ കാണിക്കാം.